ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ മാറിയിട്ട് കാലിച്ചാനടുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇവിടെ എന്റെ പുറകെ കാണുന്ന 2 ഷട്ടർ റൂമും അതുപോലെ തന്നെ 2 ഏക്കർ 10 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ബാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ടാറിംഗ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. മൊത്തം 2 ഏക്കർ 10 സെന്റ് സ്ഥലമാണുള്ളത്. അപ്പൊ അതിന്റെ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചാൽ അപ്പൊ അതിന് മുന്നേ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇനി ഇതാ നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. ഇതാക്കണേ ഇപ്പൊ ഇവിടുന്ന് തുടങ്ങാട്ടോ. സ്ഥലത്തിന്റെ ഒരു അതിര് ഇവിടുന്ന് തുടങ്ങാണ് ഫ്രണ്ടേജ്. എന്നിട്ട് അങ്ങ് അവിടം വരെ ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ നമ്മളെ സ്ഥലം കണ്ടില്ല ഞങ്ങള്, നല്ല പച്ചപ്പാണ് കേട്ടോ. ഫുള്ള് നല്ല നനയ്ക്ക് നല്ല തോട്ടാണ്, കണ്ടാ അറിയാലോ. പിന്നെ ഇതിനകത്ത് പ്ലാവ്, മാവ്, തെങ്ങ്, കവുങ്ങ്, റബ്ബർ, അത്യാവശ്യം ഫ്രൂട്ട്സ് സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പറമ്പ് കാണുമ്പോ തന്നെ നമുക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ. ഫുള്ള് കൃഷി സ്ഥലമാണ് ഇങ്ങനെ കാണുമ്പോ. നോക്കിയേ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് അവിടെ വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. ഫ്രണ്ടേജിന് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. പിന്നെ ഇതാ പറമ്പിന്റെ അതിർവഴിയെല്ലാം പ്ലാവ്, മാവ്, അങ്ങനത്തെ മഹാഗണി പോലത്തെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മളെ സ്ഥലത്തിൽ ഇതാ 2 ഷട്ട് റൂമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഈ ഷട്ട് റൂമിന്റെ താഴെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് നിൽക്കാൻ സൗകര്യത്തിന് ഒരു റൂം, ഹാള്, അടുക്കള, സിറ്റൗട്ടും വേണ്ട അത്യാവശ്യം സൗകര്യമുള്ള ഒരു ചെറിയൊരു വീടും കൂടെ ആയിട്ടുള്ളതാണ്. താഴെ വീടും മേലെ ഇങ്ങനെ കടയൊക്കെ ആയിട്ട് നടത്താം ഒരു ഫാമിലിക്ക്. അപ്പൊ നമുക്കൊരു തയ്യലോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു സംരംഭം തുടങ്ങാനൊക്കെ അതിനൊക്കെ പറ്റിയതാണ് ഷട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എന്തൊക്കെ സൗകര്യങ്ങളുള്ളതൊക്കെ ഒന്ന് നോക്കട്ടോ. ഇതിപ്പോ ഈ കാണുന്ന ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ കണ്ട ഷട്ട് റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഒരു ചെറിയൊരു വീടുണ്ട് എന്ന് പറഞ്ഞത്. ഒരു റൂമും ഹാളും അടുക്കളൊക്കെ ആയിട്ട് അത്യാവശ്യം സൗകര്യമുള്ളൊരു വീടൊക്കെയാണ്. പിന്നെ ഇതാക്കുന്നത് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതാ ബോർവെല്ലാണ് ഉള്ളത്. ബോർവെല്ലാണെങ്കിലും വെള്ളം ഇഷ്ടം പോലെ വെള്ളമുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മളെ സ്ഥലം കണ്ടില്ല, ഞങ്ങള് ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കുരുമുളക് ഉണ്ട്, അതുപോലെ റബ്ബർ ഉണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യത്തിനുള്ള ഒരു വീടും പിന്നെ അത്യാവശ്യം വരുമാനവും ആദായം കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ. ഒന്നും കണ്ടില്ല, ഞങ്ങൾ ഫുള്ള് പച്ചപ്പ്. അപ്പളേ ഇനിയിപ്പോ നമ്മളൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വീടുള്ള കാര്യം നോക്കിയാൽ ഇതാണ് ഇപ്പൊ ഇതിനകത്തുള്ള ഒരു വീട് കേട്ടോ. ഒരു ഫാമിലിക്ക് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഒതുങ്ങിയ ഭാഗത്ത് വീടാണ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു റൂം, ഒരു ഹാള്, പിന്നെ അടുക്കള, ഒരു ബാത്റൂം, അങ്ങനെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ചെറിയൊരു വീടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫാമിലിക്കായിട്ട് താമസിക്കാതെ നമുക്ക് ഇനി വേണമെങ്കിൽ മേലെ ഇപ്പോ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്താം, തയ്യലോ അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പോ കാര്യങ്ങളോ കൂൾബാർ അങ്ങനത്തെ ഒക്കെ തുടങ്ങാനൊക്കെ പറ്റിയ നല്ലൊരു സൈറ്റ് സ്ഥലമാണ് കേട്ടോ. ഇനി ഇതാക്കണ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവര് അതുപോലത്തെ ഒരു പോപ്പരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഷീറ്റ് ഒക്കെ പോക്കാൻ സൗകര്യത്തിന് നല്ലൊരു പുകപ്പരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് വേറെ സെപ്പറേറ്റ് വേറെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു സൈറ്റിൽ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഷീറ്റ് ഉണക്കാനും സൗകര്യത്തിനൊക്കെ ഉള്ള പുകപ്പര ആണിപ്പത്. പിന്നെ ഈ ഒരു 2 ഏക്കർ 10 സെന്റ് സ്ഥലത്തിലാക്കണം അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങ്, ഏകദേശം ഒരു 25ഓളം തെങ്ങുണ്ട് കേട്ടോ. അല്ലെ നല്ല കായ്ക്കുന്നത്. ഈ തെങ്ങയിലൊക്കെ ഫുള്ള് കുരുമുളകും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ നല്ല കായ്ക്കുന്ന കുരുമുളകാണ്. ഏകദേശം 2 വർഷം പ്രായമായ കുരുമുളകാണ് ഇതെല്ലാം. പിന്നെ ഇതാ ചേമ്പ്, ചേന, അങ്ങനത്തെ എല്ലാ കൃഷി സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴേ നമ്മളിപ്പോ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. നമ്മളെ സ്ഥലത്തോട്ടുള്ള വഴിയും സൗകര്യവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലോ, വീട് അതുപോലെ ഷട്ട് റൂം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ പുകപ്പര കണ്ടു, തെങ്ങ് കണ്ടു, അങ്ങനെ എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ കവുങ്ങും തോട്ടത്തിക്കാൻ എത്തിയിട്ടോ. അത് നോക്കിയ വാഴ കണ്ട നല്ല കൊലച്ച് കിടക്കുന്നുണ്ട്. നല്ല എന്ത് സാധനം കൃഷി ചെയ്ത് കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവണം. നല്ല മണ്ണുള്ളതാണ്, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണുള്ള സ്ഥലമാണ്. ഇപ്പൊ കവുങ്ങൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കവുങ്ങാണ്. ഇതിപ്പോ ഏകദേശം 1.5 വർഷം പ്രായമായ കവുങ്ങും തൈയാണ് ഇപ്പൊ ഇതൊക്കെ കേട്ടോ. പിന്നെ ഫുള്ള് നല്ല ആരോഗ്യം, നല്ല പച്ചപ്പുള്ള കവുങ്ങും തൈയാണ് ഇതെല്ലാം. പിന്നെ അത് നനയ്ക്കാനാണെങ്കിൽ ഫുള്ള് വെള്ളവും സൗകര്യം എല്ലാം ഉണ്ട്. ഈ കവുങ്ങിന്റെ ഒക്കെ ഒരു ഇത് നോക്കിയാൽ നല്ല തഴച്ചു വളർന്നിട്ടുണ്ട് അല്ലെ, നല്ല അടിപൊളി. 1.5 വർഷം പ്രായമായിട്ടല്ലേ ഉള്ളൂ ഇതൊക്കെ അല്ലേ? 1.5 വർഷം പ്രായമായ കവുങ്ങും തൈയാണ് ഇതെല്ലാം. ഏകദേശം ഒരു 120-120 മുകളിൽ തൈ ഇതേപോലത്തെ കവുങ്ങ് തൈകളാണ് ഇപ്പൊ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചുള്ളത്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല നല്ല അടിപൊളി കവുങ്ങുകളാണ്. പിന്നെ ഇത് പറമ്പ് മൊത്തത്തിൽ നനയ്ക്കുന്നുണ്ട് കേട്ടോ, കവുങ്ങും തെങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ പൈപ്പും കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അങ്ങോട്ടൊക്കെ എല്ലായിടത്തോട്ടും മൊത്തത്തിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ദേ പറമ്പിന്റെ അതിർവഴി എല്ലാം പ്ലാവ്, മാവ്, ഈട്ടി അങ്ങനത്തെ മാഞ്ചിയം പോലത്തെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ കുരുമുളകും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല ഇഷ്ടം, എല്ലാത്തേലും കുരുമുളക് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇതാണ് ഇപ്പൊ നമ്മളെ റബ്ബർ തോട്ടം കേട്ടോ. അപ്പൊ പറമ്പിന്റെ ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ട്. നല്ല നിരന്ന സ്ഥലമാണ്. ഇനി നമുക്ക് വീട് പണിയാവും പോലെ ക്വാർട്ടേഴ്സ് പണിയാ, പിന്നെ വേണമെങ്കിൽ ഒരു കോഴി ഫാം പോലെ അങ്ങനെ ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി സൈറ്റ്, നല്ല നിരന്ന സ്ഥലമാണ് കേട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതാ ഈ കാണുന്നതൊക്കെയാണ് റബ്ബറൊക്കെ. ഞങ്ങൾക്ക് കണ്ടില്ല, ഞങ്ങൾ എല്ലാത്തേലും കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കൊടിയൊക്കെ ഏകദേശം, കുരുമുളകൊക്കെ ഏകദേശം 1 വർഷം പ്രായമായ കുരുമുളകാണ്. എല്ലാ റബ്ബറേലും കൊടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ 105 ഇനത്തിൽ പെട്ട റബ്ബറാണ്. പിന്നെ ഏകദേശം 300ഓളം റബ്ബറാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്, ഈ ഒരു 2 ഏക്കർ 10 സെന്റിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ നിങ്ങളെ വീടോ സ്ഥലം എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.